കെ ശിവരാമനെ ഇടുക്കി LDF ജില്ലാ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേതാണ് തീരുമാനം. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് EP ജയരാജന് പരാതി നൽകിയിരുന്നു. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെ അദ്ദേഹം ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് മുന്നണിയെ പ്രതിരോധത്തിലാക്കി എന്നുള്ളതാണോ, അതിന്റെ അടിസ്ഥാനത്തിലാണോ തീരുമാനം? രാഹുൽ, കേൾക്കാമോ? രാഹുൽ, ഞാൻ ചോദിച്ച നേരത്തെ തെരഞ്ഞെടുപ്പ് സമയത്തുൾപ്പെടെ ചില പ്രസ്താവനകളൊക്കെ കെ ശിവരാമന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് മുന്നണിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെയൊരു നടപടി? തീർച്ചയായിട്ടും അനുജ, അതും ഒരു കാരണമാണ്. മാത്രമല്ല CPI ജില്ലാ നേതൃത്വം വലിയ തരത്തിലുള്ള അതൃപ്തി ഈ ശിവരാമനെതിരെ പ്രകടിപ്പിച്ചിരുന്നു. അത് CPI ജില്ലാ സെക്രട്ടറി തന്നെ പരാതിയായി ബിനോയ് വിശ്വത്തിന് കൈമാറിയിരുന്നു എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തുടർന്നാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ കെ ശിവരാമനെ മാറ്റാൻ വേണ്ടി ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഇതിൽ മറ്റു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് 3 ജില്ലകളിലാണ് CPIക്ക് LDF കൺവീനർ സ്ഥാനമുള്ളത്. കൊല്ലം, പാലക്കാട്, അതുപോലെ തന്നെ ഇടുക്കി. ഈ 3 സ്ഥലത്തെയും ആളുകളെയും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം കെ ശിവരാമനെതിരായ പരാതി ഉയർന്ന ഘട്ടത്തിൽ കെ ശിവരാമനെ മാറ്റുന്നത് അനിവാര്യമാണ് എന്നുള്ളത് ഒരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ കെ ശിവരാമനെ മാത്രം മാറ്റുന്ന ഒരു ഘട്ടത്തിൽ അത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്കും വലിയ തരത്തിലുള്ള പഴി കേൾക്കലിനും ഇടയായേക്കാം എന്നുള്ളൊരു ഘട്ടത്തിലാണ് 3 പേരെയും ഒരുമിച്ച് മാറ്റാൻ, അതായത് ജില്ലാ സെക്രട്ടറിമാർക്ക് LDF കൺവീനർ സ്ഥാനം കൂടി തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ ഒരു നടപടി കെ ശിവരാമനെ മാറ്റിക്കൊണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ വിശദീകരണം എന്ന തരത്തിലേക്ക് ഔദ്യോഗികമായി എന്തെങ്കിലും അറിയിപ്പ് വരുന്നുണ്ടോ പാർട്ടിയുടെ ഭാഗത്തു നിന്ന്, രാഹുൽ? പ്രധാനമായും ഇത് തന്നെയാണ്. ജില്ലാ സെക്രട്ടറിമാർ LDF കൺവീനർ സ്ഥാനം വഹിക്കട്ടെ എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻപുണ്ടായിരുന്ന ആളുകൾ കെ ശിവരാമൻ ഉൾപ്പെടെയുള്ള 3 പേരെ മാറ്റിയത് എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു തരത്തിലുള്ള പരാതികൾ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായതിന്റെ പേരിലല്ല ഇത്തരമൊരു മാറ്റം എന്നുള്ളതാണ് പ്രധാനമായും CPIയുടെ വിശദീകരണം വരുന്നത്. പക്ഷേ അതല്ല കാരണം എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. ഇടുക്കി ജില്ലയിലാണെങ്കിൽ പോലും CPI ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ കെ ശിവരാമനും തമ്മിലുള്ള ഒരു വാക്കുതർക്കം അല്ലെങ്കിൽ അകൽച്ച അത് പ്രകടമായി തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗമായി പലതരത്തിലുള്ള പരാതികളും ഇതിനിടയിൽ സംസ്ഥാന സെക്രട്ടറിക്ക് ബിനോയ് വിശ്വത്തിന് CPI ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ നേരിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ചില പ്രശ്നങ്ങൾ കൂടിയും ഇതിന് കാരണമായി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പലപ്പോഴും ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധി പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം CPM-നെതിരായിട്ടുള്ള പലതരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് സ്വന്തം വകുപ്പിനെതിരെ പോലും പലതരത്തിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് കെ ശിവരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ തരത്തിലുള്ള വിമർശനത്തിന് ഇടയാക്കിയെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ ഒരു നടപടി കെ ശിവരാമനെതിരെ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിന്റെയൊക്കെ ഒരു ആകെത്തുക അല്ലെങ്കിൽ ആകെ ഫലമായിട്ടാണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ വിശദീകരണമായി CPI തന്നെ പറയുന്നത് 3 ഈ LDF കൺവീനർമാരെയും 3 ജില്ലകളിലെ കൊല്ലം, പാലക്കാട്, ഇടുക്കി 3 ജില്ലകളിലെയും കൺവീനർമാരെ മാറ്റിയത് അതത് ജില്ലകളിലെ ജില്ലാ സെക്രട്ടറിമാർക്ക് ആ സ്ഥാനം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നുള്ളതാണ് പറയുന്നത്. കെ ശിവരാമനെ ഇടുക്കി LDF ജില്ലാ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേതാണ് തീരുമാനം. നേരത്തെ CPIയുടെ ജില്ലാ നേതൃത്വം CPI സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു കെ ശിവരാമനെതിരെ. കൂടാതെ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി CV വർഗീസ് EP ജയരാജന് പരാതി നൽകിയിരുന്നു. അങ്ങനെയൊക്കെയുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. എന്നാൽ പാർട്ടിയുടെ ഔദ്യോഗിക വിശദീകരണം ജില്ലാ സെക്രട്ടറിമാർ തന്നെ LDF കൺവീനർ സ്ഥാനം വഹിക്കട്ടെ എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അങ്ങനെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് 2 ജില്ലകളിലെ കൂടി ഇത്തരം ചുമതല വഹിക്കുന്നവരെ മാറ്റിക്കൊണ്ടുള്ള തീരുമാനം എന്നുള്ളതാണ്.